വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് വയലിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് 2 ദിവസത്തെ ഗ്യാപ്പ് വന്നത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തണമല്ലോ. സ്കൂൾ തുറക്കാറായില്ലെങ്കിലും എല്ലാവരും ചെയ്ത് തുടങ്ങി. അപ്പം ഇപ്പോഴേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ പോകണം എന്നാണ് നാളെ പോകുമെന്നാണ് ഒരു നിഗമനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കണം. എന്ന് വെച്ചാൽ ലിസ്റ്റ് പോലെ തയ്യാറാക്കണം. അത് കുറേ നാളായിട്ട് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷേ അതൊക്കെ ജസ്റ്റ് പേപ്പറിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ലിസ്റ്റൊക്കെ എഴുതണം. പക്ഷേ കൊണ്ടുപോകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യണം എന്തൊക്കെയാണ് മേടിക്കേണ്ടത്. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് എനിക്ക് വേണ്ടുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഓൺലൈനിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല. ഒരു പൗച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ മേടിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടയിൽ ചെന്നിട്ട് എനിക്ക് ഏതെങ്കിലും പൗച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ എന്തായാലും വന്നുപോയി, അപ്പോൾ റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും അത്യാവശ്യം നല്ല പൗച്ചാണ്. ആ ഒരു സംഭവങ്ങൾ തന്നിട്ടുള്ളത് ആ ഒരു പിക്ചറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സ്ക്വിഷിക്ക് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് ഇളകിയൊന്നും പോത്തൊന്നുമില്ല. ജസ്റ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ റിട്ടേൺ ചെയ്യേണ്ട. എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് പൗച്ച്, റിട്ടേൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല. പിന്നെ ഇനി കടയിൽ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്നും, അപ്പോൾ അതുകൂടെ ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല. എനിക്ക് ആ ഒരു റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വരാൻ കാരണം അത് ജസ്റ്റ് പ്ലെയിൻ പൗച്ചായിരുന്നു. ആ ഒരു സ്ക്വിഷിയും സ്റ്റിക്കേഴ്സും അതിൻ്റെ കൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് പ്ലെയിൻ ഒരു ക്രീം യെല്ലോ കളർ പൗച്ചായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ സ്കൂൾ തുറന്ന് 2 ദിവസം കഴിയുമ്പോൾ അത് പ്ലെയിൻ പൗച്ചായിട്ട് ഇരിക്കത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് നാച്ചുറലി അതിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ക്രീം യെല്ലോ കളർ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എന്തായാലും ബ്ലാക്ക് ഇങ്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും പെർഫെക്റ്റായിട്ട് കുറേ ഡിസൈൻസൊക്കെ ഇനി ആ പൗച്ചിനകത്ത് എന്തായാലും വരും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ റിട്ടേൺ ചെയ്യേണ്ട സാരില്ല. പക്ഷേ നല്ല പൗച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് തന്നെ എടുക്കാമെന്ന്. അപ്പം പൗച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ബാഗും മേടിച്ചിട്ടുണ്ട്. ബാഗ് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് കഴിഞ്ഞിട്ടൊരു ഹോൾ പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ബാഗ് കാണിച്ചു തരാം. പിന്നെ പൗച്ച് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. മെയിനായിട്ട് ബുക്ക് കവർ, നെയിം സ്ലിപ്പ്, പേന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടുന്നത്. പിന്നെ പെൻസിൽ ഞാൻ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരു പാക്കറ്റ് തന്നെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൻസിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് ഓർഡറാക്കി എഴുതി അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ വെക്കണം. ആ സംഭവങ്ങളൊക്കെ ഇന്ന് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ഒരു ചെറിയൊരു ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, നൈറ്റ് വ്ളോഗായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇച്ചിരി ലോങ് ഇൻട്രോ ആയിപ്പോയെന്ന് എനിക്കറിയാം. എങ്കിലും വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ ഇതുമായി ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാമൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. ആ ലിപ് ബാം തന്നെയാണ്. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, വെറുതെ നിൽക്കുന്നതുകൊണ്ട് എടുത്തങ്ങ് കിട്ടുന്നേ ഉള്ളൂ. അതിപ്പോൾ തീരാറായിട്ടുണ്ട്. ഇച്ചിരിയേ ഉള്ളൂ. കാണുമ്പോൾ ജെല്ലി പോലെ ഇരിക്കും. കടിക്കാൻ തോന്നുന്നു, പക്ഷേ ഞാൻ കടിക്കത്തില്ല. അപ്പം അതും കൂടെ ഒരെണ്ണം എഴുതണം എന്നുണ്ട്. ഒരു ലിപ് ബാം നല്ല ഒരെണ്ണം ഒന്നുകൂടെ വാങ്ങിക്കണമെന്നുണ്ട്. കാരണം അത് തീരാറായി, ഇച്ചിരി ഉള്ളേ. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ല, എങ്കിലും ഇരിക്കട്ടെ. ഒരെണ്ണം മേടിച്ച് തന്നാൽ നല്ലതായിരിക്കും. എന്തായാലും ഒരെണ്ണം എഴുതി വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോറി ഫോർ ദി ഇൻട്രപ്ഷൻ. ഞാനൊരു ഡിസ്ക്ലെയിമർ പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ നിർത്താൻ ഇച്ചിരി പാടാണ്. ഇതിപ്പോൾ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഞാൻ സംസാരിച്ചങ്ങ് പോവും. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അറിയിപ്പ് തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെയായിട്ട് വരില്ല. നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശുഭകരമായി മുടി ചീപ്പിക്കൊണ്ട് തന്നെ തുടങ്ങുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ഞാൻ കണ്ണാടി നോക്കിയായിരിക്കും മുടി ചീപ്പുന്നത്. ബട്ട് ആക്ച്വലി അല്ല കേട്ടോ. ഞാൻ TV കണ്ടുകൊണ്ടിരുന്ന് മുടി ചീപ്പുകയാണ്. TV ഒരു സിനിമ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്ക്രീനിൽ നോക്കിയപ്പോഴാണ് എനിക്ക് എന്തോ ഒരു വിശപ്പിശക്ക് പോലെ തോന്നിയത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആട്ടെന്ന് പറഞ്ഞ് ഞാൻ മുടി ജസ്റ്റ് കെട്ടി വെച്ചു. അതല്ലോ നമ്മുടെ ഇവിടുത്തെ മെയിൻ ടോപ്പിക്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ മുടി കെട്ടി വെച്ചു. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കെട്ടിയത്. അതാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടത്.
അപ്പം എനിവേസ് ഞാൻ എങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മാല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ മാല എടുത്ത് പുറത്തിടുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഡിവൈന തന്ന മാലയാണ് കേട്ടോ. എപ്പോഴും എൻ്റെ കഴുത്തിൽ ഈ ഒരു മാലയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാല. അപ്പോൾ അതിനുശേഷം കണ്ണിന് നേരെ ഫോണൊക്കെ പിടിച്ച് ഇരുന്ന് നോക്കുന്നുണ്ട്. വളരെ ക്യാൻഡിഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസായിരുന്നു കാണുന്നത്. ലാസ്റ്റിൽ എനിക്ക് വിസ്മയ ആർട്സിൻ്റെ വിസ്മയ ചേച്ചിയുടെ ഒരു വീഡിയോ കിട്ടി. കുറച്ച് പഴയ വീഡിയോ ആയിരുന്നു, പക്ഷേ അതിനകത്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കിട്ടി കേട്ടോ. നോട്ട്സിൽ ഇങ്ങനെ ലിസ്റ്റ് പോലെ എഴുതിയിടുന്ന രീതി ആ ചേച്ചി പറഞ്ഞു തന്നായിരുന്നു. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചി ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ കോളമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്കാവും. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് നേരം ടിക്ക് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അടുത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലിക്ക് ചെയ്തത് വേറെ എവിടെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചോറൊക്കെ കഴിക്കാൻ പോയി. നല്ല കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഞാൻ ചോറ് തിന്നും. അങ്ങനെ ഞാൻ ചമ്മന്തിയൊക്കെ കൂട്ടി ആദ്യം കൈ വെച്ച് തിന്നാൻ ശ്രമിച്ചു, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. പിന്നെ ഞാൻ എപ്പോഴും കഴിക്കുന്ന പോലെ മടിയിലൊക്കെ വെച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ടി വി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ടി വിയുടെ മുമ്പിൽ വന്നിരുന്ന് തിന്നാറുള്ളൂ. അല്ലെങ്കിലൊക്കെ അകത്തിരിക്കും. വെക്കേഷൻ ടൈമിലും ശനി ഞായറും ഒക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നേ തിന്നാറുള്ളൂ. കാരണം ടി വി കണ്ടുകൊണ്ട് തിന്നുന്നൊരിതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നിരുന്ന് തിന്നാറുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഫോൺ നോക്കി ഇരിക്കുമായിരുന്നു. കുറേ നേരം ഫോൺ നോക്കിയിരുന്ന് ഓരോ വീഡിയോ ഒക്കെ കണ്ടിരുന്ന് ചിരിച്ചു. പക്ഷേ പിന്നെ ഓർത്ത് എന്തോ ഉണ്ടായിരുന്നല്ലോ സ്കൂൾ ഷോപ്പിംഗ്, എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണാമെന്നും പറഞ്ഞിരുന്ന് വീണ്ടും ഒന്ന് നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കാണും. പിന്നെ അത് നിൽക്കും. പിന്നെ സ്ക്രോൾ ചെയ്ത് വീണ്ടും അങ്ങനെ കുറേ സമയം കളയും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ഷോപ്പിംഗ് ലിസ്റ്റ് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബുക്കിൽ. അപ്പോൾ സെയിം സാധനം തന്നെയാണ്, ജസ്റ്റ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തിരിച്ചപ്പുറത്തൊരു പേജിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പേരിന് വേണ്ടി ഞാൻ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇന്നലെ ആയിരുന്നു, അതായത് ഇന്നലത്തെ ഡേറ്റ് എന്ന് പറയാനാണെങ്കിൽ മെയ് 17 ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. മെയ് 17 തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഇന്ന് മെയ് 18 ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടൈമായി. അത് ഞാൻ ലാസ്റ്റിൽ തന്നെ സമയമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്തോ ഇതായതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച്. പിന്നെ ഇന്ന് രാവിലെ എണീച്ച് ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വോയിസ് ഓവർ മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ അതുകൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പ് പറയാനില്ല. കാരണം ഷോപ്പിങ്ങിനപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കാൻ എന്തോ ആൾക്കാർ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഷൈ ആണ്. പക്ഷേ ശരിക്കും ഞാൻ അങ്ങനെ അല്ല, ഞാൻ അങ്ങനെ പോയതാണ്. പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര അങ്ങനെ ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ എന്ത് തോന്നും, അങ്ങനെയൊക്കെയാണ് എനിക്ക്. അപ്പോൾ ചിലപ്പോഴും ഷോപ്പിംഗ് വീഡിയോ കാണത്തുള്ളൂ, പക്ഷേ എന്നാലും ഷോപ്പിംഗ് ഹോൾ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ, അത് ഉറപ്പായിട്ടും കാണും. അപ്പോൾ ഇന്ന് എന്തായാലും ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ബട്ട് എനിവേ ഞാനത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഷോപ്പിംഗ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. വലിയൊരു ഷോപ്പിംഗ് ഹോളും ഷോപ്പിങ്ങൊന്നും അല്ല. പിന്നെ ബാഗ് ഞാൻ ഷോപ്പിംഗ് ഹോളിൽ കാണിക്കാതെ ഞാൻ നേരത്തെ വാങ്ങിച്ചിരുന്നു പോയ സമയത്ത്. പിന്നെ ഷൂ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷൂ എനിക്ക് എപ്പോഴും ചെറുതായി പോകുന്നതുകൊണ്ട് ഞാൻ ഷൂ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിക്കാത്തതായിട്ട് പെൻസിൽ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാം വാങ്ങിക്കണം. പിന്നെ പൗച്ചും ബാഗും ഞാൻ പറഞ്ഞ പോലെ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം വാങ്ങിക്കണം. പിന്നെ ഞാൻ ഇത് 2 ലിസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ആദ്യമേ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എഴുതുന്നത് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നത്, ഇതൊന്നും വേണ്ട എന്ന് പറയും. പക്ഷേ കുറച്ച് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് സ്റ്റഫ് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വലിയ സാധനമായിരിക്കും. അതേപോലത്തെ ലിസ്റ്റൊക്കെ ഞാൻ താഴെ ജസ്റ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കും. അങ്ങനത്തെ ലിസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ക്യൂട്ടായിട്ടൊരു ബുക്ക്, ക്യൂട്ടല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുക്ക് വേണം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എവിടെയോ പറയുന്നുണ്ട്, അത് എനിക്ക് എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇനിയാണെന്ന് തോന്നുന്നു. ഈ നോട്ട്സൊക്കെ എഴുതാനല്ല, ഹോംവർക്കും അങ്ങനത്തെ
കാര്യങ്ങളും വർക്ക്, പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുമ്പം എഴുതി വെക്കാൻ വേണ്ടിയിട്ടൊരു ബുക്ക്, അങ്ങനത്തെ ഒരു ബുക്ക് വേണമെന്നുണ്ട്. പിന്നെ ഒരു റൈറ്റിംഗ് ബോർഡ് വേണമെന്നുണ്ട്. അത് എക്സാം സമയത്ത് മേടിക്കാമെന്നാണ് പറയുന്നത്. അതെൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ നല്ലതായിട്ട് പന്നലായിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരെണ്ണം വേണം. അത് എക്സാം ടൈമിൽ മേടിക്കാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കും അറിയില്ല. പിന്നെ കുറച്ച് അല്ലാത്ത സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള പേനയൊക്കെ കിട്ടുവാണെങ്കിൽ അത്, പക്ഷേ അതൊന്നും വലുതായിട്ട് മേടിക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്, ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഒരു മിനി ബുക്കാണ്. അത് ഒന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ മേടിക്കണം. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് മേടിക്കണം എന്നാണ് ആഗ്രഹം. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഡിസ്ക്ലെയിമർ പറഞ്ഞില്ല, ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം സാധാരണ ഷോർട്സിലൊക്കെ ക്ലിപ്സൊക്കെ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടല്ലേ കുറച്ചിട്ടാണ് ഇടുക. കൂട്ടിയിട്ടാണ് സാധാരണ ഇടുക, കാരണം ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോ ലോങ് വീഡിയോ അല്ലേ, എന്നാൽ പിന്നെ ക്ലിപ്സിൻ്റെ ടൈമൊന്നും കുറയ്ക്കണ്ട, കൂട്ടണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നു. പക്ഷേ കുറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഒരു ബന്ധവും ഇല്ലാത്തതും ബന്ധമുള്ളതും ഒക്കെ ഇരുന്ന് പറഞ്ഞത്. പക്ഷേ അതെല്ലാം ഇപ്പോൾ തീർന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്കിലും അതേപോലെ ഫോണിലും എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റും അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് പറയാം കേട്ടോ. എല്ലാം ഇതേപോലെ എൻ്റർ ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാം ടൈപ്പ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് കുറച്ച് ഫുൾ സ്റ്റോപ്പും കൂടി ഇട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സാധനങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബുക്ക് കവർ, നെയിം സ്ലിപ്പ്, സ്റ്റാപ്ലർ പിന്ന്. ഇത് 3 ഇല്ലാതെ പിന്നെ ഞാൻ എന്തിനാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകുന്നത്? അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. പിന്നെ നമുക്ക് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കിയെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോട്ട്സിൽ. അപ്പോൾ ഇതെനിക്ക് വിസ്മയ ചേച്ചി പറഞ്ഞു തന്നത്. താങ്ക് യു ചേച്ചി ഫോർ ദിസ് ഐഡിയ. നോട്ട്സിൽ തന്നെ ഇങ്ങനെ ടിക്ക് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഇനി അതുകൂടെ ആഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വായിച്ച് തരാം. ബുക്സ്, പെൻസ്, ബുക്ക് കവർ, നെയിം സ്ലിപ്പ്, പിന്നെ സ്റ്റാപ്ലർ പിന്ന്, ഷാർപ്നർ, സ്കെയില്, ഇറേസർ, പിന്നെ പൗച്ച് ഞാൻ മേടിച്ചു. ഇനിയിപ്പോൾ അഥവാ ഏതെങ്കിലും എനിക്ക് ഈ പൗച്ചിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടാൽ ആ പൗച്ച് വാങ്ങിച്ചിട്ട് ഈ പൗച്ച് റിട്ടേൺ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്തായാലും അത് നടക്കാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആവശ്യമില്ല, പക്ഷേ എനിക്ക് നല്ല ആവശ്യമുള്ള സാധനങ്ങളാണ്. ക്യൂട്ടായിട്ടുള്ള മിനി ബുക്ക്. എന്തായാലും ഹോംവർക്ക്സോ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുമ്പം എഴുതി വെക്കാൻ ഒരു സാധനം എന്തായാലും ഞാൻ ഒന്നെങ്കിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. പിന്നെ സ്റ്റിക്കി നോട്ട്, പിന്നെ ഒരു റൈറ്റിംഗ് ബോർഡ്. അത് BTSൻ്റെ തന്നെ വേണം. എന്ന് വെച്ചാൽ എൻ്റെ ഇരിക്കുന്ന പണ്ടത്തെ റൈറ്റിംഗ് ബോർഡാണ്. അപ്പോൾ അത് ഒരുമാതിരി ആയിട്ടുണ്ട്. കുറേ നാൾ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ അതത്ര എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വർഷമെങ്കിലും പുതിയത് മേടിക്കണമെന്നുണ്ട്. കഴിഞ്ഞ വർഷം മേടിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ BTSൻ്റെ ഒരു റൈറ്റിംഗ് ബോർഡുണ്ട്. അപ്പം ഞങ്ങൾ എക്സാമിൻ്റെ സമയത്ത് റൈറ്റിംഗ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും. അപ്പം ഞാൻ അവളുടെയും എൻ്റെ അവളുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും അവളെങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം എനിക്ക് മേടിക്കണമെന്നുണ്ട്. അത് ചിലപ്പോഴേ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. പക്ഷേ എന്തായാലും ഞാൻ മേടിക്കും. പിന്നെ ഒരു സ്റ്റാപ്ലർ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റാപ്ലർ ഉണ്ട്. ഈ മിനി സ്റ്റാപ്ലറില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് ക്യൂട്ട് പെൻസ്. ഇതൊക്കെ നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇതൊക്കെ ചിലപ്പോഴേ മേടിക്കും. പക്ഷേ ആദ്യം പറഞ്ഞതൊക്കെ എന്തായാലും മേടിക്കും. ഇപ്പോൾ ക്യൂട്ട് പെൻസ്, പിന്നെ ബ്രഷ് പെൻ, പേസ്റ്റൽ കളേഴ്സ് വേണമെന്ന് എനിക്കുണ്ട്. പിന്നെ എന്തെങ്കിലും ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടാൽ എടുക്കാം, പക്ഷേ എടുക്കത്തില്ല. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എഴുതി ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിനി സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് സെറ്റ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം തന്നെ സമയം 10:54 തിരിഞ്ഞേ കാണത്തുള്ളൂ. ബട്ട് എനിവേ 10:54 സോ ഇനിയും എന്ന് വെച്ചാൽ ഇവിടെ അപ്പായമ്മയിൽ കിടന്നു. പിന്നെ ഞാൻ ചേച്ചിയെ വിളിച്ചിരുത്തിയേക്കാണ്. അപ്പോൾ ഇനിയും കിടന്നില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് മെയിനായിട്ടും വെറുതെ ഇരിക്കൽ പ്ലസ് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഗംശമിതാ. പിന്നെ ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവും, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരണേ. അപ്പോൾ അത്ര ഉള്ളത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.
താങ്ക് യു.